ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഇൻഡയസിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റും അതുപോലെ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഒരു ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ കാശ് കൊടുത്തിട്ട് മറ്റൊരാളിൽ നിന്ന് മേടിക്കണം, ഇപ്പോൾ കോപ്പിറൈറ്റ് പേറ്റന്റ് റൈറ്റ് പർച്ചേസിനെ പോലെ വാങ്ങിയതല്ല, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏത് ഡേറ്റ് തൊട്ടാണോ അത് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തത് അതുവരെയുള്ളത് ഏതിലേക്ക് പോകും, ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് പോകും. അത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് മുമ്പുള്ളത് റിസർച്ച് ഫേസിലേക്കാണ് പോവുക. അത് നമുക്ക് ഒരു എക്സ്പെൻസ് ആക്കി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഒരു കോസ്റ്റ് കിട്ടിയാൽ ആ കോസ്റ്റിനെ എന്ത് ചെയ്യണം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, റിസർച്ച് ഫേസും അതുപോലെ ഡെവലപ്മെൻറ്റ് ഫേസും. റിസർച്ച് ഫേസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഏതാ വരിക, റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയുടെ മുമ്പ് വരുന്ന എല്ലാ എക്സ്പെൻസുകളും റിസർച്ച് ഫേസിലേക്ക് വരും. റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ തൊട്ടുള്ള എക്സ്പെൻസുകൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് വരും. റിസർച്ച് ഫേസ് എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്യുക, ഡെവലപ്മെൻറ്റ് ഫേസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ നമ്മൾ സാധാരണ കാണാറില്ലേ, ഗുഡ് വിൽ എന്നൊക്കെ കാണാറില്ലേ, അതുപോലെ നമുക്ക് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ അത് റെക്കോർഡ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ, വലിയൊരു ചാപ്റ്റർ തീരാണ്. അപ്പോൾ ചെറിയൊരു പോർഷൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ടോപ്പിക് ഈസ് അക്വിസിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഓൺ ഡെഫേർഡ് പേയ്മെൻറ്റ് ബേസിസ്. അപ്പോൾ ഇതെന്താണ് അക്വിസിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഓൺ ഡെഫേർഡ് പേയ്മെൻറ്റ്. എന്താണ് ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങാം, ഏതാണ്ട് അതേ മീനിങ് തന്നെയാണ് നമ്മൾ ഡെഫേർഡ് പേയ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് പേയ്മെൻറ്റ് നടത്തില്ല, നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് പോലെ നമ്മൾ ഹയർ പർച്ചേസിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ആദ്യം ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കും, ബാക്കിയുള്ള എമൗണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർ പറയുന്ന കൊല്ലത്തിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് അക്വയർ ചെയ്തെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് അക്വയർ ചെയ്യുമ്പോൾ റെഡി ക്യാഷ് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ വാങ്ങിക്കുന്ന കൊല്ലം ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു എമൗണ്ട് കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അതെങ്ങനെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. When an intangible asset is acquired on deferred payment basis, the cost of intangible asset is the present value of cash flows. അതായത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ ഡെഫേർഡ് പേയ്മെൻറ്റ് ബേസിസിലാണ് അതിനെ അക്വയർ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ ഉള്ള ക്യാഷ് ഫ്ലോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ സപ്പോസ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഞാൻ വാങ്ങി, അതിൽ ഒരു 10 lakh റുപ്പീസിൻ്റെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ് ഞാൻ ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ വെച്ച് വാങ്ങിയെന്ന് വിചാരിക്കാം. ആ 10 lakhൽ ഒരു 2 lakh ഇപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ബാക്കിയുള്ളത് അടുത്ത 4 വർഷങ്ങളായിട്ട് 2 lakh വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തു തീർക്കാനായിട്ടാണ് അഗ്രിമെൻ്റ് ആയിരുന്നത്. അതായത് നമുക്ക് മൊത്തം 10 ലക്ഷമാണ് മേടിക്കുന്ന, ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എത്ര കൊടുത്തു, 2 lakhs കൊടുത്തു. ബാക്കി അപ്പോൾ എത്രയുണ്ട്, 8 lakhs ഉണ്ട്. ബാക്കിയുള്ള 8 lakhs 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് കൊടുത്തു തീർക്കാമെന്നായിരുന്നു അഗ്രിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്ക് ഒരൊറ്റടിക്ക് 10 lakh കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഇപ്പോൾ കൊടുക്കേണ്ടത് എത്രയുള്ളൂ, 2 lakh ഉള്ളൂ. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടില്ലേ, പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ അടുത്ത 2 lakh എന്നാ കൊടുക്കുക, ഒരു വർഷം കഴിഞ്ഞിട്ടാണ്, അടുത്തത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം 10 lakh നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. ഇപ്പോൾ കൊടുക്കുന്ന 2 lakh ആയിട്ട് തന്നെ എഴുതാം. ഒരു വർഷം കഴിഞ്ഞ് കൊടുക്കുന്ന 2 lakhനെ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക. 2 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന 2 lakhനെ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക. 3 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന 2 lakhനെ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക. 4 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന 2 lakhനെ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ പ്രസൻറ്റ് വാല്യൂകളൊക്കെ ആഡ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ ആ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? നമുക്ക് ഒരൊറ്റടിക്ക് 10 ലക്ഷം എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 10 ലക്ഷം നമ്മൾ ഇപ്പോൾ കൊടുക്കണില്ല, നമ്മൾ ഫ്യൂച്ചർ ഡേറ്റുകളിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കുന്ന ഓരോ ക്യാഷ് ഫ്ലോകളെയും പ്രസൻറ്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്
അതിൻ്റെ ടോട്ടലാണ് ആ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വെൻ ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് അക്വയർഡ് ഓൺ ഡെഫേർഡ് പേയ്മെൻറ്റ് ബേസിസ് the cost of intangible asset is the present value of future cash flows. ഇപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് അതിൻ്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത്രയും ഇതിന് തിയറി ആയിട്ട് പഠിക്കാനുള്ളതിന് പിന്നെ കൂടുതലും പ്രോബ്ലംസ് ആണ് പഠിക്കാറുള്ളത്. നമ്മൾക്ക് എളുപ്പമാണ്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചുള്ളത് കൊണ്ട് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. ഫ്യൂച്ചറിൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ഫ്ലോകളെയൊക്കെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. On 1/4/2016, Roshan Limited acquired patent rate for 50 lakhs. The down payment is 20% and the balance shall be paid over 5 equal annual installments. Incremental cost of the company is 11%. Find out the cost of acquisition of the patent. അപ്പോൾ ഒരു കമ്പനി 50 ലാക്സ് റുപ്പീസുള്ള ഒരു പേറ്റൻറ്റ് മേടിച്ചു. അതിൽ 20% മാത്രമേ ഡൗൺ പേയ്മെൻറ്റ് നടത്തുന്നുള്ളൂ. എന്താണ് ഡൗൺ പേയ്മെൻറ്റ്? നമ്മൾ ഹയർ പർച്ചേസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ മേടിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അതിന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പറയാനായിട്ട് പാടില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേടിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് വിളിക്കുന്ന പേരാണ് ഡൗൺ പേയ്മെൻറ്റ്. അത് എത്രയാണ്? 20% ആണ്. ബാക്കിയുള്ളത്, അതായത് 50 ലാക്സിൻ്റെ 20% നമ്മൾ ഓൺ ദ സ്പോട്ട് കൊടുത്തു. ബാക്കിയുള്ളത് എങ്ങനെയാണ് കൊടുക്കുന്നത്? 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് ദ കമ്പനി ഈസ് 11%. ആ കമ്പനിയിലത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് നമ്മൾ IRRലൊക്കെ അല്ല NPVയിലൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഇല്ലേ, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എത്രയാണ്? 11% ആണ്. ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി പേറ്റന്റ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എത്രയാണ് ഡൗൺ പേയ്മെൻ്റ് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ എത്രയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എഴുതുക ഡൗൺ പേയ്മെൻറ്റ് ഇസ് ഈക്വൽ ടു, ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? 20% ആണ്. എത്രയാണ് അതിൻ്റെ കോസ്റ്റ്? 50 ലാക്സും 50 ലാക്സിൻ്റെ 20%, അത് ദാറ്റ് ഇസ് ഈക്വൽ ടു 10 lakh. 10 lakh ആണ് നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ 50 ലാക്സിൻ്റെ 20% കണ്ടുപിടിച്ചു 10 lakh. അതാണ് നമ്മുടെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരിക. Then amount of each installments. എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെ കാണാം? മൊത്തം നമുക്ക് 50 ലാക്സ് ആയിരുന്നു. അതിൽ 10 lakh നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിന് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 50 ലാക്സിൽ നിന്ന് 10 lakh ലെസ് ചെയ്തപ്പോൾ ബാക്കി നമുക്ക് 40 lakhs കിട്ടി. അത് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും എത്ര കൊടുക്കണം? 8 lakhs കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഇയർ കൊടുത്തു. നെക്സ്റ്റ് പിന്നെ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 8 lakh വെച്ചിട്ട് ഓരോ വർഷങ്ങളിലും കൊടുത്തു. ഓക്കെ, ഇനി എങ്ങനെ ഇത് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. നമ്മൾ 4 കോളം പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് കോളം ഇയർ, ദെൻ ക്യാഷ് ഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 11%, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. നമ്മൾ NPVയിൽ കാണുന്ന പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് ഇയർ എന്ന് പറഞ്ഞിട്ട് 0 എന്ന് കൊടുക്കണം. 0 എന്ന് കൊടുത്താൽ നമ്മളതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മേടിക്കുന്ന സമയത്ത് കൊടുക്കുന്ന എമൗണ്ട്, അതായത് നമ്മുടെ ഡൗൺ പേയ്മെൻ്റ് ആണ് ആ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ NPVയിലെ 0 കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മളത് കൊടുത്ത ആ സമയത്ത് നമ്മൾ കൊടുത്ത പർച്ചേസിന് ഉപയോഗിച്ച ക്യാഷിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 0 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ബാക്കിയുള്ളത് ഒരു വർഷം, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ബാക്കിയുള്ള വർഷങ്ങളിൽ കൊടുക്കും. അപ്പോൾ 0 പിന്നെ എത്ര വർഷങ്ങളായിട്ടാണ്? 5 വർഷങ്ങളായിട്ടാണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ 1 to 5 താഴോട്ട് എഴുതാം. ഇനി 0 ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? 10 lakhs. പിന്നെ 1 to 5 നമ്മൾ എത്ര വെച്ചിട്ട് എഴുതാം? 8 lakhs വെച്ചിട്ട് 5 വർഷങ്ങളിൽ എഴുതാം. അപ്പോൾ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 10 lakhs എഴുതാം. പിന്നെ ബാക്കിയുള്ള 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു? 8 lakhs കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ 8 lakhs എഴുതാം. ദെൻ ഡിസ്കൗണ്ട് അറ്റ് 11% എന്ന് പറഞ്ഞാൽ 0 ഇയർ ആണെങ്കിൽ ഡിസ്കൗണ്ട് 1 തന്നെ, അതായത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ 10 ലക്ഷം ആയിട്ട് തന്നെ കൊടുക്കണം. അതിന് വീണ്ടും ഒരു പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ 0 ഇയറിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ ടേബിൾ ഉപയോഗിക്കുക. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ടേബിളില്ല, അത് ഇൻഡിവിജ്വൽ ടേബിളിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ ഡിസ്കൗണ്ട് അറ്റ് 11% ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ ടേബിൾ എടുക്കുക. ഓരോ വർഷത്തെയും 11%ൻ്റെ കോളത്തിൽ ഓരോ റോയും എമൗണ്ടുകൾ എടുത്ത് എഴുതുക. 0.9009, 0.8116, 0.7312, 0.6587, 0.5935, അങ്ങനെ 5 എണ്ണത്തിൻ്റെയും എഴുതാം.
പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യണമാണ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 ലാഖിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ലാഖിനെ കിട്ടും. ദെൻ അടുത്തത് 7,20,720, 6,49,280, 5,84,960, 5,26,960 and 4,74,800. അതാണ് നമുക്ക് മൊത്തം ഓരോ വർഷങ്ങളിലെത്തി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 lakhsനെ കറസ്പോണ്ടിങ് ഡിസ്കൗണ്ട് അറ്റ് 11% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ്. ഇനി എന്ത് ചെയ്യുക, ഏറ്റവും അവസാനം അതങ്ങോട്ട് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 39,56,720 കിട്ടി. അതാണ് നമ്മുടെ അക്വിസിഷൻ കോസ്റ്റ് ആയിട്ട് വരിക. നമ്മൾ മൊത്തം എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞത്? 50 lakhs ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ മണി സമയം കൊല്ലം ചെല്ലും തോറും മണി വാല്യൂ കുറയും. അങ്ങനെ കുറഞ്ഞ് നമ്മൾ ഇപ്പോഴത്തെ 39,56,720 വർത്തുള്ള ഒരു പേറ്റൻ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോണത്. അത് ഓരോ വർഷങ്ങളിലായിട്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് മൊത്തം എത്ര വന്നത്? 50 ലക്ഷം വന്നത്. മൊത്തം അതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ 39,56,720 ഉള്ളൂ. പക്ഷെ നമ്മൾ കൊടുത്തു വരുമ്പോൾ എത്ര കൊടുക്കും? 50 lakhs കൊടുക്കും. പക്ഷെ അത് നമുക്ക് നമ്മുടെ കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ എമൗണ്ട് ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ് വിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. എത്രയാണ് ഡൗൺ പേയ്മെൻറ്റ് നോക്കുക, ബാക്കിയുള്ളത് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് നോക്കുക, എത്ര പെർസെൻറ്റേജ് ആണ് നോക്കുക. ഡൗൺ പേയ്മെൻറ്റിൻ്റെ നേരെ 0 ഇയർന്ന് എഴുതുക, അതിൻ്റെ ഡിസ്കൗണ്ട് 1, ബാക്കിയുള്ളതിൻ്റെയൊക്കെ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ കണ്ടാൽ നമുക്ക് ടോട്ടൽ അക്വിസിഷൻ കോസ്റ്റ് കിട്ടും. ഓക്കെ, next problem. Rehan Limited purchased a patent right for a total payment of 40 lakhs under deferred credit term. The normal deferred credit allowed by the seller is a 20% down payment and balance in 3 equal installments. The deferred credit term allowed to the company is down payment of 25% and balance in 5 equal annual installments. The normal deferred credit allowed by the company does not include any interest, whereas the special credit period is it has charged at 6% per annum. Compute the cost of acquisition. ഇത് വെറുതെ ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. അതായത് ഒരു കമ്പനി ഒരു പേറ്റന്റ് റൈറ്റ് 40 lakhsന് മേടിച്ചിട്ടുണ്ട്. അതിൽ നോർമൽ ഡെഫേർഡ് സിസ്റ്റം അവർ അലൗ ചെയ്യുന്നത്, നോർമലായിട്ട് അവർ അലൗ ചെയ്തിരുന്നത് 20% ഡൗൺ പേയ്മെൻറ്റും ബാക്കിയുള്ളത് 3 equal ഇൻസ്റ്റാൾമെൻ്റ് ആണ്. പക്ഷെ ഇപ്പോൾ അവർ അലൗ ചെയ്തേക്കുന്ന ഡെഫേർഡ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് അലൗഡ് ടു ദ കമ്പനി ഈസ് 25% ആൻഡ് ബാലൻസ് ഇൻ 5 equal ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. പക്ഷെ ഇപ്പോൾ അവർക്ക് അലൗ ചെയ്തിരിക്കുന്നത് DP ഡൗൺ പേയ്മെൻറ്റ് 25%ഉം ബാക്കിയുള്ളത് 5 equal ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്. അത് മാത്രം തന്നാൽ മതിയായിരുന്നു. അവർ സാധാരണ ഇതാണ് തന്നിരുന്നത്, ഇപ്പോൾ ഇതാണ് തന്നെന്ന് പറഞ്ഞിട്ട് യാതൊരു ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നിരിക്കുന്നത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി മാത്രം. അതായത് നോർമലായിട്ട് അവർ 20% DP വെച്ചിട്ടാണ് തരാറ്. പക്ഷെ ഇപ്പോൾ തന്നിരിക്കുന്നത് 25% ആണ്. നമ്മൾ ഏതാ എടുക്കേണ്ടത്? ഇപ്പോൾ കിട്ടിയതല്ലേ നമ്മൾ എടുക്കേണ്ടത്. ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണ്, ഏത് സിസ്റ്റത്തിലാണ് അവർ തന്നിരിക്കുന്നത് നമ്മൾ നോക്കേണ്ടത്. അത് തന്നിരിക്കുന്നത് 25% ഡൗൺ പേയ്മെൻറ്റും ബാക്കിയുള്ളത് 5 equal ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റും ആയിട്ടാണ്. ദെൻ അതിൻ്റെ ക്രെഡിറ്റ് പീരീഡ്, അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 6% ആണ്. അതായത് നമ്മൾ പ്രസൻറ്റ് വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 6% ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ കണ്ടുപിടിക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡൗൺ പേയ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കോസ്റ്റ്? 40 lakhs ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 25%. ദാറ്റ് ഈസ് 10 lakh. അപ്പോൾ നമ്മൾ 10 lakh പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കണം. ദെൻ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? മൊത്തമുള്ള 40 lakhsൽ നിന്ന് ഈ 10 lakh ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 lakhs കിട്ടി. അത് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 lakhs കിട്ടും. അതാണ് നമ്മുടെ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് 10 lakhs കണ്ടുപിടിച്ചു. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും 6 lakhs കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടേബിൾ വരയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ ചെയ്തോണം തന്നെ 4 കോളം പ്രൊവൈഡ് ചെയ്യുക. ഇയർ, ക്യാഷ് ഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 6%, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. ഇയറിൽ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് എഴുതണം? 5 equal ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഡൗൺ പേയ്മെൻറ്റിന് റെക്കോർഡ് ചെയ്യാനായിട്ട് 0 എന്ന് എഴുതുക. ദെൻ 1 to 5 എഴുതുക. അപ്പുറത്ത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നത് 10 lakhും ബാക്കിയുള്ളതൊക്കെ 6 ലക്ഷം വെച്ചിട്ടാണ്. അപ്പോൾ 10 lakhും ബാക്കിയില്ലാത്തതിനും
6 lakhs എഴുതാം. ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഡിസ്കൗണ്ട് പറയുന്നത് 1 ആണ്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ കൊടുക്കണതിന് പ്രത്യേകിച്ചൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1. ബാക്കിയുള്ളത് നമ്മുടെ ടേബിളിൽ നോക്കിയിട്ട് 6% ഇൻഡിവിജ്വൽ ടേബിൾ യൂസ് ചെയ്യുക. 6%ൻ്റെ ആ റോ നോക്കുക. അപ്പോൾ ഓരോന്നെടുത്ത് എഴുതാം. 0.9434, 0.8900, 0.8396, 0.7921, 0.7473. ഇനി എന്ത് ചെയ്യുക? ആ സെക്കൻഡ് കോളം തേർഡ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയൊക്കെ കിട്ടും? 10 lakhs, 5,66,040, 5,34,000, 5,03,760, 4,75,260, 4,48,380 അങ്ങനെ കിട്ടി. then എന്ത് ചെയ്യുക? ലാസ്റ്റ് കോളം ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 35,27,440 ആണ് അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൊടുക്കുന്നത്. നമ്മൾ ആക്ച്വലായിട്ട് ഈ 5 വർഷം കൊണ്ട് എത്ര കൊടുത്ത് തീർക്കണം? 40 lakhs നമ്മൾ കൊടുക്കണം. പക്ഷെ അതിനെ പ്രസൻറ്റ് വാല്യൂലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ആക്ച്വൽ അതിന് എത്രയേ വെറുത്തുള്ളൂ? ഇപ്പോഴത്തെ 35,27,440 അതിന് ആക്ച്വലായിട്ട് ഇപ്പോഴത്തെ വെറുത്തുള്ളൂ. അതേ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിന് തന്നെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. X Limited acquired a patent right for 60 lakhs on 1st April 2020. The down payment is 20% and the balance is payable over 4 equal annual installments. The borrowing cost is 10%. What is the cost of acquisition? Simple ആണ്. നേരത്തെ പോലെ രണ്ടെണ്ണമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് ഒരെണ്ണം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഡൗൺ പേയ്മെൻറ്റ് നോക്കാം. അതായത് നമ്മൾ മേടിച്ചിരിക്കുന്നത് 60 lakhs ആണ്. അതിൻ്റെ 20%. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഈക്വൽ 60 lakhs into 20%. That is equal to 12 lakh. Then amount of each installment എന്ന് പറയുന്നത് ഈ 60 lakhsൽ നിന്ന് 12 lakh ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 48 lakhs കിട്ടും. അത് നമ്മൾ 4 installment ആയിട്ടാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 12 lakh തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻറ്റും 12 lakh തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 വർഷങ്ങളിൽ നമ്മൾ 12 lakhs വെച്ചിട്ടാണ് ആ എമൗണ്ട് കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കണ്ടുപിടിച്ചു, ഇൻസ്റ്റാൾമെൻറ്റ്സും കണ്ടുപിടിച്ചു. ഇനി നമുക്കതിനെ പ്രസൻറ്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യാം. നേരത്തെ പോലെ 4 കോളം പ്രൊവൈഡ് ചെയ്യുക. ഇയർ, ക്യാഷ് ഫ്ലോ, ഡിസ്കൗണ്ട് അറ്റ് 10%. ഇവിടെ 10% ആണ് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഡിസ്കൗണ്ട് അറ്റ് 10%. ദെൻ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ദെൻ എഴുതാം. ഇയർ എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്തെന്ന് എഴുതണം? ഡൗൺ പേയ്മെൻറ്റിൽ ആവശ്യമായിട്ടുള്ള 0 എഴുതുക. പിന്നെ ബാക്കിയുള്ളത് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടാണ്. അപ്പോൾ 1 to 4 താഴോട്ട് എഴുതുക. ക്യാഷ് ഫ്ലോയിൽ ഡൗൺ പേയ്മെൻറ്റ് 12 lakhs, ബാക്കിയുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സും 12 lakh തന്നെയാണ്. അപ്പോൾ എല്ലാതും 12 lakhs തന്നെയാണ് എഴുതേണ്ടത്. ദെൻ ഡിസ്കൗണ്ടിൽ ഡി പിക്ക് നേരെയുള്ള എമൗണ്ടിന് നേരെ 1 എഴുതുക. ബാക്കിയൊക്കെ നമ്മുടെ ടേബിളിലെ 10%ൻ്റെ കോളം ഉപയോഗിച്ചിട്ട് എമൗണ്ട് എടുത്ത് എഴുതുക. 0.9091, 0.8264, 0.7513, 0.6830. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 12 lakhs, 10,90,920, 9,91,680, 9,01,560 and 8,19,600 കിട്ടി. ദെൻ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50,03,760 ആണ് നമുക്ക് മൊത്തം ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. അതായത് 4 വർഷങ്ങളിലായിട്ട് നമ്മൾ കൊടുത്തു തീർക്കുന്ന 60 lakhsൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50,03,760 ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അതാണ് നമ്മുടെ ആ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അക്വിസിഷൻ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 50,03,760. ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഡൗൺ പേയ്മെൻറ്റും ഇൻസ്റ്റാൾമെൻറ്റ്സും കണ്ടുപിടിക്കുക, റേഷ്യോ നോക്കുക, കൺവേർട്ട് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് അക്വിസിഷൻ കോസ്റ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇൻഡയസിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയൊരു ചാപ്റ്ററാണ്. നമ്മൾ കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം 6 ഇൻഡയസുകളാണ്. ഇൻഡയസുകൾ ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ പണ്ടൊരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. കുറേ ഇൻഡയസുകളുണ്ട്. അതിൽ നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ആകെ 6 ഇൻഡയസുകളായിരുന്നു. ഏറ്റവും ആദ്യം നമ്മൾ ഇൻഡയസ് 2 പഠിച്ചു, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻവെൻട്രി. ദെൻ പിന്നെ പഠിച്ചത് 12 ആയിരുന്നു ഇൻകം ടാക്സ്. പിന്നെ പഠിച്ചത് 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പിന്നെ പഠിച്ചത് 23 ബോറോയിങ് കോസ്റ്റ്. പിന്നെ പഠിച്ചത് 37 പ്രൊവിഷൻ കണ്ടീജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടീജൻറ്റ് അസറ്റ്.
പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച 38 ദാറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അങ്ങനെ മൊത്തം നമ്മൾ 6 ഇൻഡയസുകളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഒരു ഇൻഡയസ് പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ മീനിങ്ങും അതുപോലെ ആ ഇൻഡയസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അതാണ്. എന്താണ് ആ ഇൻഡയസ്, അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്, അതുപോലെ ആ ഇൻഡയസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളുടെ ഡെഫിനിഷൻ ഉണ്ടാവും. അത് പഠിച്ചു വയ്ക്കുക. പിന്നെ അത് എങ്ങനെയാണ് ആ ഇൻഡയസ്, അതിൻ്റെ മെഷർമെൻറ്റ്, റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ് ആൻഡ് ഡിസ്ക്ലോഷർ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ഓരോന്നിലും പഠിക്കേണ്ടതായിട്ട് വരിക. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. എന്നാലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു ഇൻഡയസിനെ കുറിച്ചൊരു 10 മാർക്സിന് എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 5 മാർക്സിന് എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഇൻവെൻട്രി, അതുപോലെ ഇൻകം ടാക്സ്, ഇപ്പോൾ പഠിച്ച ഇൻടാഞ്ചിബിൾ അസറ്റ്, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റും കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ബോറോയിങ് കോസ്റ്റും അതുപോലെ പ്രൊവിഷൻ, കണ്ടിജന്റ് ലയബിലിറ്റി, കണ്ടിജന്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ബാക്കിയുള്ള 4 ഇന്നത്തെ സീരിയസ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.